ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ പറയാൻ പോകുന്നത് ബിനാൻസ് എക്സ്ചേഞ്ചിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്. നമുക്ക് എങ്ങനെ ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ സ്പോട്ട് കോയിൻസ് വാങ്ങിക്കാം, എങ്ങനെ സിമ്പിളായി USDT വാങ്ങിക്കാം, അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അക്കൗണ്ട് എടുക്കാത്തവർക്ക് എങ്ങനെ അക്കൗണ്ട് എടുക്കാമെന്ന് വെച്ചാൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ബിനാൻസിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. നമുക്ക് നമ്മുടെ ഇമെയിലോ നമ്പറോ വെച്ചിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൊടുത്ത് ഉള്ളിൽ KYC കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് സിമ്പിളാണ്. അത്ര മാത്രമേ അക്കൗണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് കിട്ടും. ഞാനിത് ജസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോയിൻ വാങ്ങാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മളെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ വേറെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്കൊരു 10 USDT അയക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കോയിൻ വാങ്ങാമെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ വാലറ്റിൽ എൻ്റെ $10 ബാലൻസ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വേറെ അക്കൗണ്ടിൽ നിന്ന് അയച്ചതാണ്. അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ആരും നമുക്ക് USDT അയച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഫണ്ടിങ് എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും ഉണ്ടാവുക. നമുക്കിവിടെ കാണാം ഫണ്ടിങ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇപ്പോൾ എൻ്റെ $10 ഉള്ളത്. സ്പോട്ട് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ട്രാൻസ്ഫർ കൊടുക്കാം. ഫ്രം ഫണ്ടിങ് ടു സ്പോട്ട് എത്ര USDT എമൗണ്ട് 10 USDT ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ സ്പോട്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ 10 USDT. ഇനി നമുക്ക് കോയിൻ എങ്ങനെ വാങ്ങിക്കാമെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ട്രേഡ് കാണാം. സെൻട്രലായിട്ട് ട്രേഡ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഏത് കോയിൻ വാങ്ങിക്കണം എന്ന് നോക്കാം. ഇവിടെ ഡോജ് കോയിൻ ഉണ്ട്. വേറെ കോയിനാണ് വേണം എന്നുള്ളതെങ്കിൽ നമുക്കിവിടെ ഡോജ് കോയിൻ എവിടെ എടുത്ത് ക്ലിക്ക് ചെയ്യാം. ഏത് കോയിനും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഏത് കോയിൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കിപ്പോൾ XRP എടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ USDT എത്ര USDTക്ക് നമ്മളിപ്പോൾ XRP വാങ്ങിക്കണം എന്ന എമൗണ്ട് കൊടുക്കാം. 10 USDT എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് 10 USDTക്ക് XRP ബൈ കൊടുക്കാം. ഓക്കെ, അതിപ്പം ബൈ ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ആവും. XRP നമ്മുടെ വാലറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സെല്ല് ചെയ്യാമെന്നും കൂടി ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിവിടെ ട്രേഡിൽ തന്നെ വരാം. ഏത് കോയിൻ ട്രേഡ് സെല്ല് ചെയ്യണം നമുക്ക് സെർച്ച് ചെയ്യാം. നമ്മുടെ XRP തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഇവിടെ ബൈ ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെല്ലുണ്ട്. ആ സെല്ലിലേക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് എത്ര സെല്ല് ചെയ്യണം ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഫുൾ 100% ആക്കിയില്ലെങ്കിൽ നമുക്ക് 100% സെല്ല് ചെയ്യാം. അതല്ല നമുക്ക് 50% സെല്ല് ചെയ്താൽ മതി എന്നാണെങ്കിൽ 50% കൊടുക്കാം. 75% എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല USDT അളവിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ $2 ആണെങ്കിൽ $2, അല്ലെങ്കിൽ $5 ആണെങ്കിൽ $5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും സെല്ല് ചെയ്യാം. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഫുൾ സെല്ല് ചെയ്യുകയാണ്. ഇപ്പം 100% കൊടുക്കുന്നു. സെൽ XRP കൊടുക്കുന്നു. ഇപ്പം സെല്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വാലറ്റിലേക്ക് നോക്കാം. നമുക്കിവിടെ USDT തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് USDT ബൈ ആൻഡ് സെൽ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ USDT എങ്ങനെ വാങ്ങിക്കാമെന്ന് ചോദിക്കുന്നവരോട് USDT നമ്മുടെ ടീമിലുള്ളവർക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പബ്ലിക് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തിനെ പറ്റിയാണ് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കിയിട്ട് ആ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.